ചന്ദ്രയ്ക്ക് തീരെ സുഖമില്ല. നല്ല പനിയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയാണെങ്കിലോ ഒട്ടും വയ്യാതെ എഴുന്നേക്കാൻ വയ്യാതെ അവിടെ കിടക്കായിരിക്കും. രാവിലെ തന്നെ എല്ലാ ജോലികളും രേവതി തീർക്കാണ്. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മ എവിടെ? ഇതുവരെ എഴുന്നേറ്റ് കണ്ടില്ലല്ലോ. അവക്ക് നല്ല പനിയുണ്ട്. അയ്യോ അമ്മയ്ക്ക് പനിയാണോ? എന്നിട്ടെന്താ അച്ഛൻ പറയാഞ്ഞേ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞതാ മോളെ. അപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അച്ഛാ ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ മോളെ, നിന്നെ കാണുന്നതന്നെ അവക്ക് ചതുർത്തിയാ. മോൾ അങ്ങോട്ടേക്ക് പോയാല് ഇപ്പൊ തന്നെ അവളുടെ വായിന്ന് വഴക്കം കേട്ട് തിരിച്ചു വരേണ്ടി വരും. സാറിലച്ചാ വയ്യെന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാ കാണാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അമ്മയെന്ന് വിളിക്കാണ്. അപ്പോൾ ഒരു മൂളല് മാത്രമേ ഉള്ളൂ കേട്ടോ. അവളിങ്ങനെ കഴുത്തിൽ കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും തിരിയാണ്. എന്തിനാടി മൂദേവി നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അമ്മേ അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് പനിയാണെന്ന്. ഇങ്ങനെ കിടക്കല്ലേ, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ കൂടിയാൽ കൗണ്ടൊക്കെ താന്നുവാൻ ചാൻസ് ഉണ്ട്. അമ്മ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. നീയാണ് എൻ്റെ ഏറ്റവും വലിയ പനിയും തലവേദനയും. അതിലും വലിയ കുഴപ്പമൊന്നും എനിക്കില്ല. നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ എനിക്ക് സമാധാനമാകും. അതുകൊണ്ട് എൻ്റെ മുറിയിൽ നിന്ന് ഒന്നിറങ്ങി പോയി തരുമോ? അമ്മേ ഞാൻ അമ്മയ്ക്ക് ചായയും കടിയൊക്കെ കൊണ്ടുവരാം. അമ്മ ഇത് കഴിക്ക്. എന്നിട്ട് അമ്മ എന്നെ എഴുന്നേറ്റിരുന്നേ, ഹോസ്പിറ്റലിലേക്ക് പോവാം. നിന്നോട് ഇറങ്ങി പോവാനില്ലടി ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും രേവതി അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോളെ, നീ എന്തിനാ വെറുതെ പോയിട്ട് അവളുടെ വായിന്ന് വഴക്ക് കേൾക്കുന്നത്? അച്ഛാ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അടുക്കളയിൽ പോയിട്ട് നല്ലൊരു ചുക്കാപ്പി ഉണ്ടാക്കാം. അച്ഛൻ അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്ക്. എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഒരുങ്ങാൻ പറ. അച്ഛൻ പറഞ്ഞാലേ അമ്മ കേൾക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ആ ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കാണ്. അങ്ങനെ കാപ്പി ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ ആ കാപ്പിയും കൊണ്ട് നേരെ അവളുടെ മുറിയിലേക്ക് ചെല്ലാണ്. ചന്ദ്രേ ചന്ദ്രേ എഴുന്നേക്ക്, ദാ ഈ കാപ്പി കുടിക്ക്. എനിക്ക് വേണ്ട രവിയേട്ടാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വെറും വയറ്റിൽ കിടക്കുക, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. നീ പെട്ടെന്ന് ഒരുങ്ങിക്ക്, ഹോസ്പിറ്റലിലേക്ക് പോവാം. എനിക്ക് വയ്യ, എനിക്കിവിടെ എഴുന്നേക്കാൻ പോലും വയ്യ. അതുകൊണ്ടാ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന്. നീ ഒന്ന് കുടിച്ചേ എന്ന് പറയുമ്പോഴേക്കും അവൾ അത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഒരുങ്ങ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്നിട്ട് അവളെ പതിയെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ്. ബാത്റൂമിലേക്ക് പോയിരിക്കുകയാണ് ചന്ദ്ര. ഈ സമയത്ത് രേവതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട്. എന്താ നീ ഇത്ര വെപ്രാളം പിടിച്ച് ജോലിയൊക്കെ തീർക്കുന്നത്? സച്ചിടാ അമ്മയ്ക്ക് തീരെ വയ്യ, നല്ല പനിയുണ്ട്. ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അച്ഛനെ ഞാൻ പറഞ്ഞു വിട്ടേക്കുവാ, എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്ത് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നല്ല ചൂടുണ്ട്. ആഹാ ആണോ? അയ്യോ എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഞാനും ഇപ്പോഴാ അറിയുന്നേ. അമ്മ പുറത്തേക്ക് വരാത്തത് കണ്ട് അച്ഛനോട് ചോദിച്ചപ്പോഴാ അച്ഛൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞിട്ടും ഒരുപാട് തവണ പറഞ്ഞിട്ട് കേട്ടില്ല. ഇപ്പൊ എന്തായാലും ഒരു വിധത്തില് ഞാൻ ഒരു ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു. ഞാൻ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം എന്നെ കുറച്ച് ചീത്ത പറഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു എന്ന് പറയാണ്. സച്ചി പെട്ടെന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പം അച്ഛാ അമ്മ എവിടെ എന്ന് ചോദിക്കാണ്. ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോവാൻ ഒരുങ്ങാൻ പറഞ്ഞു. ആ എന്റെ കാറിൽ പോവാച്ചാ, ഞാനും വരാം. രേവതി നീ പെട്ടെന്ന് ഒരുങ്ങിക്കേ, അമ്മയോട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ശരി സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി എല്ലാം പെട്ടെന്ന് അടുക്കി പറക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. ഈ സമയം ചന്ദ്രയും അവിടുന്ന് ഡ്രസ്സൊക്കെ മാറുകയാണ്. അങ്ങനെ ഇങ്ങനെ രവീന്ദ്രൻ ചന്ദ്രയെ പിടിച്ചെടുത്തോണ്ട് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം സുധിയും കൂടി ഹാളില് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും വന്നിരിക്കുന്നുണ്ട്. രേവതിയെ കാണാഞ്ഞിട്ട് എല്ലാരും തപ്പി നോക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, ഈ രേവതി ഇതെവിടെ പോയി കിടക്കുക? ഫുഡൊന്നും എടുത്തോണ്ട് വെച്ചില്ലേ? സമയം എത്രയായി? ഷോപ്പിൽ പോകാനുള്ളതല്ലേ എന്ന് പറയാണ്. അപ്പോ വർഷ പറയുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലും ബിസി ആയിരിക്കും. പ്ലേറ്റും സാധനമൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എടുത്ത് കഴിച്ചൂടെ? ചേച്ചി ഒന്ന് വിളമ്പ് തന്നാലേ കഴിക്കുള്ളൂന്നുണ്ടോ എന്ന് ചോദിക്കാണ്. ഹോ ഞാനൊരു ബിസിനസ്മാനാ, രാവിലെ തന്നെ എന്റെ മൂഡ് ഓഫ് ആക്കും. ശ്രീകാന്ത് പറയുന്നുണ്ട്, ബിസിനസ്മാൻ തന്നെ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞേ കയ്യിലെ ഒന്നും ഊരി പോകാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ എടുക്കാണ്. വർഷ പറയുന്നുണ്ട്, അല്ല അങ്കിളും ആന്റി എവിടെ? ചേച്ചീനെയും സച്ചേട്ടനെയും കണ്ടില്ലല്ലോ, അവർ വന്നിട്ട് കഴിക്കാം ശ്രീകാന്ത് എന്ന് പറയുമ്പം ശരിയെന്ന് പറയാണ്. വർഷ എഴുന്നേറ്റ്, സച്ചേട്ടാ രേവതി ചേച്ചി അങ്കിളെ ആന്റി നിങ്ങൾ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. മുറിയിൽ നിന്നും ചന്ദ്രയെ പിടിച്ചുകൊണ്ട് രവീന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. കൂടെ സച്ചി ഉണ്ട് കേട്ടോ. സച്ചിയും ഡ്രസ്സ് മാറി വരികയാണ്, രേവതിയും ഡ്രസ്സ് മാറി വരുന്നുണ്ട്. അല്ല ആന്റിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം
രവീന്ദ്രൻ പറയാണ്, മോളെ നല്ല പനിയുണ്ട്, നല്ല ചൂട്, വിറയ്ക്കുന്നുണ്ട്, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അയ്യോ ആണോ ആന്റി, നല്ല ചൂടുണ്ടോ? അതേലോ നല്ല ചൂടുണ്ട്. ശ്രീകാന്ത് വന്നിട്ട് ആണോ അമ്മേ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതിയും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അമ്മേ എങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോ എന്ന് ശ്രുതി പറയുമ്പം നമ്മുടെ രേവതിയും സച്ചിയും ഒരുങ്ങി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർഷ പറയാണ്, അയ്യോ എനിക്കിന്ന് അത്യാവശ്യമായിട്ടൊരു ഡബിങ് ഉണ്ട്, അത് സാരമില്ല, ഞാൻ വിളിച്ച് അത് നാളത്തേക്ക് ആക്കിക്കോളാം, ഞാൻ വരാം ഹോസ്പിറ്റലിലേക്ക്. ചന്ദ്ര പറയാണ്, അയ്യോ വേണ്ട, നോക്ക് ഡബിങ് ഉള്ളതല്ലേ, മോള് പോയിക്കോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനും അതുപോലെ തന്നെ അമ്മേ, അല്ല നിർബന്ധമാണെങ്കിൽ ഞാൻ ലീവ് എടുക്കാം. വേണ്ടടാ നീയും പോയിക്കോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ആരും പോകണ്ട, എൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഞാനും രേവതിയും കൂടി കൊണ്ടുപോയിക്കോളാം, ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിക്കൊള്ളാലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, നിന്റെ വണ്ടിയിലൊന്നും ഞാൻ വരുന്നില്ല, ഇവളെന്റെ കൂടെ വരുവേ വേണ്ട, ഇവളാരാ എൻ്റെ കൂടെ വരാനായിട്ട് എന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് പനിയല്ലേ, ഞാൻ കൂടെ വരാം. അപ്പം സച്ചി പറയാണ്, അമ്മയ്ക്ക് എന്താ അമ്മേ അവളോട് വന്നാൽ കുഴപ്പമുണ്ടടാ, ഇവളെന്റെ കൂടെ വരണ്ട, ഇവളാ എൻ്റെ ഏറ്റവും വലിയ ശനി, ഇവളെന്റെ കൂടെ ഉണ്ടായാലേ എനിക്ക് അസുഖം കഴിഞ്ഞ് നേരം കാണില്ല, എൻ്റെ ശ്രുതിമോള് വന്നോളും എൻ്റെ കൂടെ. അപ്പോഴേക്കും ശ്രുതി ചാടി എഴുന്നേറ്റ്, അയ്യോ എനിക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോഴേക്കും രവി ചോദിക്കാണ്, അതെന്താ മോളെ? അത് പിന്നെ ഇന്ന് ഷോപ്പിൽ ഒത്തിരി ക്ലയൻസ് ഉണ്ട്. ശ്രുതി ചോദിക്കാണ്, നീയല്ലേ പറഞ്ഞത് ഇന്ന് ഷോപ്പ് അടവാണ്, നീ എൻ്റെ കൂടെ കടയിലേക്ക് വരാന്ന്? മിണ്ടാതിരിക്കും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിച്ചുന്നുണ്ട് കേട്ടോ. അല്ല ആന്റി, ഇപ്പൊ രാവിലെ കുറച്ച് ക്ലയൻസ് വിളിച്ചു, അത്യാവശ്യമാണെന്നും പറഞ്ഞ് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കുക, പിന്നെ ഞാൻ എങ്ങനെ പോവാതിരിക്കും എന്ന് ചോദിക്കുമ്പം എന്നാ ശരി, എടാ ശ്രുതി നിനക്ക് വരാൻ പറ്റില്ലേ? അയ്യോ എനിക്കൊന്നും വരാൻ പറ്റില്ല, ഇന്നേ കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ള ദിവസാ, ഈ ദിവസമൊക്കെ മുടങ്ങിയാലേ ഭയങ്കര നഷ്ടം ഉണ്ടാവും. എടാ അത് നിന്റെ കടയില് കുറെ പേരുള്ളതല്ലേ, ജോലിക്കാരൊക്കെ ഇല്ലേ, അവർ നോക്കത്തില്ലേ, ജോലിക്കാരൊന്നും നമ്മൾ പോകുന്ന പോലെ ശരിയാവില്ലമ്മേ, അതും എനിക്ക് ഹോസ്പിറ്റലിൽ വേണമെന്നും അടിച്ചാൽ പോലും പറ്റില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുമേ ഹോസ്പിറ്റലിൽ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങാണ്. സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് മതിയായല്ലോ, അമ്മ പറഞ്ഞില്ലേ അമ്മയുടെ പുന്നാര മോനും മരുമോളും വരുമെന്ന്, അവര് വന്നില്ലല്ലോ, ഇനി ഞങ്ങളെ കൊണ്ടുപോകാവോ എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല. രേവതി പറയാണ്, അമ്മ എന്റെ മരുമോളായിട്ട് കണക്കാക്കണ്ട, അമ്മയുടെ ഒരു സെർവന്റ് ആയിട്ട് എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്ക് ഇറങ്ങാണ്. രവീന്ദ്രനും അതുപോലെ രേവതിയും സച്ചിയും കൂടിയിട്ട് ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം വർഷ പറയുന്നുണ്ട്, എന്തായാലും ആന്റിക്ക് കണക്കിന് കിട്ടി, സ്വന്തം മോനും മരുമോളും ചെല്ലോന്ന് ഓർത്തല്ലേ, അപ്പോഴല്ലേ അറിയുന്നത് പോകുന്നില്ല എന്നുള്ള കാര്യം അല്ലേ രേവ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കാണ്. ശ്രുതിക്ക് ഇത് കണ്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതിയും കഴിച്ചിട്ട് ആ പ്ലേറ്റ് അടച്ചിട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും വർഷ ചോദിക്കാണ്, അല്ല നിങ്ങൾ ഈ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് പോയാലേ ആരെങ്കിലും വന്ന് ഇവിടെ കഴി വെക്കാനുണ്ടോ? അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കല്ലേ, കഴിച്ച പ്ലേറ്റും ഗ്ലാസും കൊണ്ട് കഴി വെക്കാൻ നോക്ക് എന്ന് വർഷ പറയുമ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് രണ്ടുപേരും അത് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ്. ശ്രീകാന്ത് പറഞ്ഞിട്ട്, എന്തായാലും അത് പറഞ്ഞത് നന്നായി, എല്ലാം ജോലിക്കാരോടുണ്ടെന്നാ അവരുടെ വിചാരം, വലിയൊരു ബിസിനസ്മാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു ട്രിപ്പ് കൂടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി കുറെ സമയത്തിന് ശേഷം രേവതി നമ്മുടെ ചന്ദ്രനെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ കൈ മാറ്റടി എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊക്കെ മാറ്റിവിടുന്നുണ്ട്. രവീന്ദ്രൻ സച്ചിയും കൂടി അപ്പുറം ഇപ്പുറം നിന്ന് പിടിച്ചുകൊണ്ടാണ് കേട്ടോ നടത്തിക്കൊണ്ടൊക്കെ വരുന്നത്. ഇവള് പിടിക്കുമ്പോഴെല്ലാം തന്നെ ചന്ദ്രമതി വഴക്ക് പറയാണ്. അങ്ങനെ തിരിച്ച് കാറിന് കൊണ്ടുവന്ന് വീട്ടിലാക്കുന്നുണ്ട്. വർഷയും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും തന്നെ പോയി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കിടത്താണ്. കിടത്തിന് ശേഷം രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാനേ നല്ല കഞ്ഞി ഉണ്ടാക്കാം, കഞ്ഞിയും നല്ല ചമ്മന്തി ഉണ്ടാക്കി തരാം, ഇപ്പോൾ കുറെ മരുന്നൊക്കെ ചെന്നല്ലേ, അത് കഴിക്കുമ്പം നല്ല ആശ്വാസം ഉണ്ടാവും, പറഞ്ഞോണ്ട് നിൽക്കാതെ പോയി എടുത്തോണ്ട് വാടി, നീ ഇവിടെ കയറണ്ട, രവിയേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി എന്നാ ശരി, എനിക്ക് ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരാം. ശരി സച്ചിയേട്ടാ, അല്ല ഇന്നത്തെ പൂവിൽപ്പിനെയൊക്കെ എന്ത് ചെയ്യും? സച്ചിനൊരു സഹായം ചെയ്യുമോ? ഞാൻ കുറെ കവറുകൾ തരാം, അതുകൊണ്ടെന്ന് അമ്മേനെ ഒന്ന് ഏൽപ്പിക്കോ? അമ്മയും ദേവും കൂടി അതൊക്കെ കൊടുത്തോളും, അതിനകത്ത് അഡ്രസ്സെല്ലാം എഴുതിയിട്ടുണ്ട്, അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്നാ ശരി, നീ ഇങ്ങനെ എടുത്തതാ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നും അവൾ ആ പൂക്കളും ബാക്കി ഓർഡർ കിട്ടിയ എല്ലാ സാധനങ്ങളും എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കാണ്. അവൻ അതുകൊണ്ട് നേരെ പോണത് അവന്റെ അമ്മയുടെയും ദേവുവിന്റെ അടുത്തേക്കായിരിക്കും. അങ്ങനെ അവരെ കൊണ്ട് ഈ പൂവെല്ലാം മേപ്പിച്ചിട്ട് ഇവരുടെ രോഗവിവരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഓട്ടത്തിന് പോവാണ്. ഈ സമയം രേവതി അടുക്കളയിൽ കയറിയിട്ട്
അവൾക്ക് സ്പെഷ്യലായിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി ചമതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പപ്പടമൊക്കെ പൊളിച്ച് മുറിയിലേക്ക് കയറാൻ പോകുമ്പം രവീന്ദ്രൻ ഇറങ്ങി വരുന്ന കാണുകയാണ്. അച്ഛാ, ഇതങ്ങോട്ടേക്ക് കൊടുത്തേക്ക്. ഇനി എന്നെ കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരണ്ട. ഇപ്പൊ തന്നെ കുറെ എന്നോട് ദേഷ്യപ്പെട്ടു. ഞാനെന്താ വെറുതെ ദേഷ്യം കേൾക്കരുത്? ഇങ്ങനെ തന്നേക്ക് മോളെ, ഞാൻ കൊടുത്തോളാം. ഞാനിവിടെ വേറെ ജോലിയൊന്നും ഇരിക്കുകയല്ലേ, മോള് പോയിട്ട് ബാക്കി കാര്യം നോക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ രവീന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ ചന്ദ്രനെ പിടിച്ച് താങ്ങിയിരുത്താണ്. ഈ കഞ്ഞി രവീന്ദ്രൻ വാരി കൊടുക്കുമ്പോൾ നല്ല രുചിയുള്ള കഞ്ഞി എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ഒരു തവണയെങ്കിലും അവൾ ഉണ്ടാക്കിയത് നീ ഇങ്ങനെ കുറ്റം പറയാതിരുന്നല്ലോ എന്ന് പറയാണ്. നല്ലത് കണ്ടാലേ ഞാൻ നല്ലതെന്ന് പറയും. എങ്കിൽ ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്നെ പൊന്നു പോലെ കൊണ്ടുപോക്കാളാന്ന് സച്ചിൻ രേവതി പറഞ്ഞതല്ലേ? എന്നിട്ട് നീ വർഷയോടും ശ്രീകാന്തും ചോദിച്ചപ്പോഴും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും അവർക്ക് വരാൻ നിന്ന് പറ്റില്ല. എങ്കിലോ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോനും മരുമോളും എന്താ പറഞ്ഞത്? അവർക്കിന്ന് വരാനൊക്കെ പറ്റുമായിരുന്നല്ലോ. അവന്റെ കടയിൽ ജീവനക്കാരുണ്ട്, അവർക്കിന്ന് ഷോപ്പില് ലീവാണെന്ന് ആദ്യം പറഞ്ഞത് കേട്ടതല്ലേ? എന്നിട്ടും രണ്ടുപേർക്കും നിന്റെ കൂടെ വരാൻ പറ്റില്ല. നീ എന്നിട്ടും അവരെ ഇങ്ങനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നത് കാണുമ്പോളാ എനിക്ക് ദേഷ്യം വരുന്നത്. നിന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നുമില്ല, സ്നേഹിക്കാത്തവരാണെങ്കിലോ നീ തലയെ കൊണ്ടുവച്ച് നടക്കാം. എന്റെ രവിയേട്ടാ, അവനൊരു ബിസിനസ്സുകാരനാ. അവനെ അറിയുള്ളൂ അവന്റെ കഷ്ടപ്പാട്. പിന്നെ ശ്രുതിമോളെ പറഞ്ഞത് കേട്ടില്ലേ? അവർക്ക് രാവിലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നെന്ന്. ഒരു ദിവസം മുടങ്ങിയാലേ അവർക്ക് 19,000 രൂപ നഷ്ടാ. ഈ സച്ചിൻ രേവതിക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ. അവളുടെ പൂക്കച്ചവടം കൊണ്ട് ഒരു ദിവസം അവൾക്ക് 200-300 കിട്ടിയാലായി. പിന്നെ ഇവന് ഓട്ടത്തിന് പോയിട്ട് എന്നാ കിട്ടാനാ? അതുകൊണ്ടാ അവസാനം ഇതുങ്ങളെ കൊണ്ട് തന്നെ പോവാന്ന് ഞാൻ കരുതിയത് എന്ന് പറയുമ്പം രവി പറയാണ്, എന്റെ പൊന്നു ചന്ദ്രേ, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഓട്ടം പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ശരിക്കും ഇന്ന് ഷോപ്പ് അവധിയാണ് കേട്ടോ. അങ്ങനെ നേരെ അവർ രണ്ടുപേരും കൂടി ഹോം അപ്ലയൻസസിലേക്കാണ് പോണത്. അവിടെ ചെല്ലുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹോ എനിക്കങ്ങ് വയ്യ ഹോസ്പിറ്റലിലേക്ക് പോവാന്. ഹോസ്പിറ്റലിൽ പോയാൽ മാത്രം പോരാ, ഇന്ന് നമ്മളവിടെ നിന്ന് വിടില്ലെന്നേ. എല്ലാ ജോലിയും നമ്മുടെ തലയിലാക്കും. രേവതി കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ആന്റിയെ നോക്കേണ്ട കടമ കൂടി എൻ്റെ ആകും. എനിക്കങ്ങ് വയ്യ. നീ നേരത്തെ പറയണ്ടേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഇഷ്ടമില്ല ശ്രുതി. എനിക്ക് ദേഷ്യം അതൊക്കെ. നമുക്ക് ഇന്ന് കടയിൽ വലിയ സെയിലൊന്നും ഇല്ല. പിന്നെ അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ? അത് ശരിയാ, നമുക്കിടക്കും ഒന്ന് കറങ്ങി വരാം. എത്ര ദിവസം കൊണ്ടാ ഈ ടെൻഷനൊക്കെ അല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഐസ്ക്രീം പാർലറിലേക്ക് പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാണ്. ഈ സമയത്ത് സച്ചി ഓട്ടം വന്ന വഴിക്ക് രണ്ടുപേരെയും കാണുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ലായിട്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ സച്ചി ഫോണിൽ പകർത്തുന്നുണ്ട്. അതിനുശേഷം സച്ചി ഓട്ടം പോവാണ്. സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേർക്കൊന്ന് ഷോപ്പിൽ കച്ചവടമൊന്നും ഇല്ല, ഉടായ്പ പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാണെന്ന്. അങ്ങനെ സച്ചി നേരെ ഓട്ടോ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഓട്ടോ എടുത്തതിന് ശേഷം സച്ചി തിരിച്ചു വരാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയും കൂടി ഈ സിനിമാ തിയേറ്ററിന്റെ വാതിക്കൽ നിൽക്കുന്നത് സച്ചി കാണുന്നുണ്ട്. അങ്ങനെ സച്ചി ഇതും കൂടി വീഡിയോ എടുക്കാണ്. അങ്ങനെ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പാർക്കിലൊക്കെ നടക്കുന്നിടക്കെ എല്ലാ വീഡിയോസും നമ്മുടെ സച്ചി ഇവരെ പിന്നാലെ നടന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഉച്ച കഴിഞ്ഞിട്ട് പാർക്കിലൊക്കെ പോവാണ്. അങ്ങനെ പാർക്കിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് നടക്കുന്നത് സച്ചി അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും രേവതിയോട് ചോദിക്കാണ്, അല്ല രേവതി, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം ചെറിയ കുറവുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തിരുന്നു. എന്നെ അമ്മളോട്ട് കയറ്റിയില്ല. പിന്നെ അച്ഛനെല്ലാം ചെയ്തു കൊടുത്തത്. ഞാൻ ഒന്ന് കുളിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു. ചാടിക്കടിച്ച് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാനതുകൊണ്ടെങ്കിൽ ഇറങ്ങി വന്നു. അല്ല, പൂക്കളൊക്കെ അമ്മയുടെ കൊടുത്തിരുന്നില്ലേ? അമ്മേനെ വിളിച്ചിരുന്നു. എല്ലാം സെയിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നാളത്തിനുള്ള കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. സച്ചിടം പോയിട്ട് ആ പൂവിങ്ങി കുറച്ച് കഴിയുമ്പോൾ വാങ്ങിക്കൊണ്ട് വരണം. വൈകിട്ടിരുന്ന് കെട്ടാം എന്ന് പറയുമ്പോൾ, നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു സച്ചിയേട്ടാ. അല്ല, ശ്രീകാന്ത് വർഷം എപ്പോൾ വരും? അവരിപ്പോൾ വരുമായിരിക്കും. ശ്രുതിയോ? അവരിപ്പോൾ തന്നെ വരുമായിരിക്കും. എന്നാ സച്ചിയേട്ടാ? അല്ല, ഇനി ഞാനിവിടെ ഒരു ബോംബ് പൊട്ടിക്കാൻ പോവാ. ബോംബോ? എന്ത് ബോംബ്? അതൊക്കെയുണ്ട്, എല്ലാവരും ഒന്ന് വരട്ടെ, അതിനുശേഷം വേണം എനിക്ക് ആ ബോംബ് പൊട്ടിക്കാൻ എന്ന് പറയാണ്. അതെന്താ ഞാനറിയാത്ത കാര്യം? അതൊക്കെയുണ്ട്, നീയും അറിയാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ അവിടെ ഇരുന്ന് ചായ കുടിക്കാതിരിക്കും. ഈ സമയം വർഷയും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ഈ മുറിയിലേക്ക് പോകാൻ പോകുമ്പം സച്ചി പറയുന്നുണ്ട്, എല്ലാവരും നിന്നെ ആരും കയറി പോവരുത്, ഇന്നേ ഞാനൊരു ബോംബ് പൊട്ടിക്കാൻ പോവാ. അപ്പോഴേക്ക് ശ്രുതി പറയാണ്, തുടങ്ങി ഇവന്റെ അടുത്ത അഭിനയം. വർഷ ചോദിക്കാണ്, എന്താ സച്ചിയേട്ടാ, എന്താ കാര്യം? അതൊക്കെയുണ്ട് വർഷേ, നല്ല ത്രില്ലിങ് എപ്പിസോഡാ, അത് കണ്ടേ പറ്റുള്ളൂ. അപ്പോഴേക്കും ചന്ദ്രമുറിന്ന് എന്താ അവിടെ രവിയേട്ടാ അവൻ കിടന്ന് ബഹളം വെക്കുന്നത്? സച്ചി മുറിയിലേക്ക് കയറി വന്നിട്ട് പറയാണ്, അച്ഛാ, അമ്മയും കൊണ്ട് ഒന്ന് ഇറങ്ങി വന്നേ
എന്താടാ കാര്യം? അത്യാവശ്യം ഉണ്ടച്ചാ. അമ്മയും കൂടി വരണം. നീ ഒന്ന് പോടാ, എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പോലും വയ്യ. അപ്പോഴല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോണത്. നീ നിന്റെ കാര്യം നോക്കിപ്പോ. അമ്മേ, അത്യാവശ്യ കാര്യാ. അമ്മ കാണേണ്ട ഒരു എപ്പിസോഡാ എന്റെ ഫോണിലുള്ളത്. ഇനി വാ അമ്മേ, ഒരു ബോംബ് പൊട്ടാൻ പോവാ. അമ്മ അങ്ങോട്ട് ഇറങ്ങി വാ. അങ്ങനെ രവീന്ദ്രൻ അവളെ പിടിക്കുമ്പോഴേക്കും സച്ചി വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാമയെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചോണ്ട് വരുന്നുണ്ട്. എടാ വിടടാ എന്ന് പറയുമ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് വാ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ടെന്ന് ഹാളിൽ സോഫയിലിരുത്താണ്. അപ്പൊ എല്ലാവരും ഇരിക്കുമ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയൊക്കെ നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ. വർഷയോട് സച്ചി പറയുന്നുണ്ട്, വർഷേ ഈ ഫോണൊന്ന് TV-യിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക, എല്ലാവരെയും ഞാൻ വലിയൊരു സംഭവം കാണിക്കാൻ പോവാ എന്ന് പറയാണ്. അങ്ങനെ സച്ചി പറഞ്ഞ പ്രകാരം ഫോൺ മേടിച്ചുകൊണ്ട് വർഷ TV-യിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചിയോടൊപ്പം നിന്നുകൊണ്ട് ആ വീഡിയോ ഓരോന്നിട്ട് പ്ലേ ചെയ്യാണ്. ആദ്യത്തെ വീഡിയോയില് ഏകദേശം സച്ചി ഓട്ടം പോയ സമയം എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയങ്ങോട് ഹോസ്പിറ്റലിലേക്ക് പോയ സമയമാണല്ലോ. ആ ഒരു സമയത്ത് രണ്ടുപേരും തമ്മിൽ ഇതാ ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് പോയിരിക്കുന്നു. അതിനുശേഷം ഉച്ചയൊക്കെ ആയപ്പോൾ രണ്ടുപേരും സിനിമാ തിയേറ്ററിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് രണ്ടുപേരും കൈകോർത്ത് പാർക്കിലൊക്കെ നടക്കുകയും അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നതൊക്കെ സച്ചി കാണിക്കാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, എപ്പോൾ എല്ലാവർക്കും കാര്യമൊക്കെ മനസ്സിലായല്ലോ. ശ്രുതി പറയാണ്, എൻ്റെ ശ്രുതി ഇവിടെ ഇതൊക്കെ എപ്പോൾ എടുത്തു, നമ്മൾ പെട്ടു. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാത്തതിന് ഇപ്പൊ നമുക്ക് കേൾക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി മിണ്ടാ നിൽക്കാണ്. ചന്ദ്ര ചോദിക്കാണ്, എന്താ ശ്രുതി ഇതൊക്കെ? നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ന് അത്യാവശ്യമായിട്ട് ബിസിനസ്സുള്ള ദിവസമാണ്, പോവാതിരിക്കാൻ പറ്റില്ല, നിനക്കേതോ ക്ലയൻ്റൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ നീ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഐസ്ക്രീം പാർലറും പോയി സിനിമയും കണ്ട് പാർക്കിലൂടെ അടിച്ചു പൊളിച്ചാണെന്ന് കറങ്ങി നടക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ അത് പിന്നെ. അപ്പോൾ ശ്രുതി പറയാണ്, അത് പിന്നെ ആൻറ്റി ക്ലയൻറ്റ് പറ്റുന്ന വരണ്ടെന്ന് പറഞ്ഞു. സച്ചി ചോദിക്കാണ്, 2-3 പേര് ക്ലയന്റ് ഒറ്റയടിക്ക് വിളിച്ചിട്ട് വരണ്ടെന്ന് പറഞ്ഞോ? നീ അതിനൊന്ന് ഷോപ്പ് പോലും തുറന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കാണ്. അത് പിന്നെ അവർ വിളിച്ച് പറഞ്ഞത് കൊണ്ടാ. കള്ളം പറയണ്ട ശ്രുതി, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ശ്രുതിയുടെ ഷോപ്പിൽ ഇന്ന് വലിയ കച്ചവടം ഇല്ലാന്നും അതുപോലെ അവിടെ 2-3 ജീവനക്കാർ സെയിലിനോട് തന്നെ ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങൾ മനഃപൂർവ്വം തന്നെ അമ്മയും ഇവിടുന്ന് ആശുപത്രി പോയതിൻ്റെ തൊട്ട് പിന്നാലെ ഞാനിവിടെ ഇറങ്ങിയതാ. അപ്പോൾ തന്നെ നിങ്ങൾ നേരെ ഐസ്ക്രീം പാർലറിലേക്ക് പോയെങ്കിൽ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ പോയത് എന്ന് പറയാണ്. വർഷ പറയുന്നുണ്ട്, നിങ്ങളാളെ കൊള്ളാലോ, ഞങ്ങൾക്കാണെങ്കിലോ ഇന്ന് സീരിയസ് ആയിട്ട് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ആൻറ്റി എത്ര ആഗ്രഹിച്ച് നിങ്ങളെ വിളിച്ചത്, അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾക്കിത് ഒഴിവാകാൻ പറ്റത്തേ ഇല്ലെന്ന് പറഞ്ഞില്ലേ? കണ്ടില്ലേ ആൻറ്റി, അപ്പോഴും ആൻറ്റിയെ സഹായിക്കാനേ രേവതി ചേച്ചിയും സച്ചിയേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റിക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. പക്ഷെ ഇപ്പൊ ആവശ്യം വന്നപ്പോൾ ആരുണ്ടായെന്ന് ആൻറ്റി കണ്ടോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേർക്കും എന്തൊരു പുച്ഛമായിരുന്നു രാവിലെ. ഹോസ്പിറ്റലിൽ മണം അടിക്കാൻ വയ്യ, ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ, അവിടെ കച്ചവടം, ഇവിടെ ക്ലയന്റ്, എന്തൊക്കെയാ പറഞ്ഞത്. ആൻറ്റി ആണെങ്കിലോ എൻ്റെ ശ്രുതിയും വന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് വർഷ ചോദിക്കാണ്. സച്ചി പറയുന്നുണ്ട്, വർഷേ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അമ്മയുടെ തലയിൽ കയറില്ല. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോനെ ദേ ഈ നിൽക്കുന്നവനാ. ഞാനൊന്നും അമ്മയ്ക്ക് ഒന്നുമല്ല. പിന്നെ ഈ നിൽക്കുന്ന രേവതി ഉണ്ടല്ലോ, അവൾക്ക് എത്ര സ്ഥലത്ത് പൂ എടുക്കാൻ പോകണമെന്ന് അറിയാമോ? എന്നിട്ടും ഈ വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് ആ പൂക്കൾ എന്നെ ഏൽപ്പിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൾ അമ്മയെ ശുശ്രൂഷിച്ച് ഇവിടെ നിന്നു. എന്നിട്ട് പോലും അമ്മയ്ക്ക് യാതൊരു സ്നേഹമില്ല അവളോട്. ഒരു സെർവന്റിനെ പോലെയല്ലേ അവളെ കാണുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ടും അമ്മയെ തൊടാൻ പോലും അമ്മ സമ്മതിച്ചില്ല. തിരിച്ചു വന്നിട്ടും അവൾ പൊന്നുപോലെ നോക്കിയില്ലേ. അമ്മേ, അവളോട് സ്നേഹം വേണ്ട, ഇച്ചിരി നന്ദി ഒരു മനുഷ്യപ്പറ്റെങ്കിലും അമ്മയ്ക്ക് കാണിച്ചൂടെ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അവൾ ചാടി എഴുന്നേറ്റിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമല്ലേ ഞാനിതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഒന്നെനിക്ക് വയ്യാതായപ്പോ രണ്ടുപേർക്കും എന്നെ നോക്കാൻ വയ്യല്ലേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുമ്പം ശ്രുതി, അയ്യോ ആൻറ്റി അങ്ങനെയല്ലെന്നും പറഞ്ഞ് പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ഒന്നും ഏൽക്കുന്നില്ല. അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് തന്നെ കയറി പോവാണ്. അങ്ങനെ സച്ചി പറയാണ്, എടാ എല്ലാ കാലത്തും രക്ഷപ്പെടാനൊന്നും നീ നോക്കണ്ട, നിന്റെ എല്ലാ കള്ളത്തിലും ഞാൻ പിടിക്കും. നിന്റെ ഭാര്യയുടെയും കുറേ കള്ളങ്ങളും ചുമന്ന് നടക്കുന്നവളാണല്ലോ, എല്ലാ കള്ളവേ ഒരു ദിവസം ഇതുപോലെ ഞാൻ പൊളിച്ചെടുക്കും എന്ന് പറയാണ്. ഇത് കേട്ട് ശ്രുതി ഒന്ന് നെർവസ് ആവുന്നുണ്ട്. എന്തെങ്കിലും സത്യങ്ങൾ ഇവൻ അറിഞ്ഞു എന്ന് അവളൊന്ന് പേടിക്കുന്നുണ്ട്. വർഷയാണെങ്കിലോ, ചേച്ചി ഞാൻ മുറിയിലേക്ക് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലേ പറഞ്ഞാൽ മതി, ആൻറ്റിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവൾ ശ്രീകാന്ത് മുറിയിലേക്ക് പോവാണ്. ശ്രുതി മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയെ വന്നിട്ട് രേവതി പറയാണ്, ഓ ദയവായിട്ടാ ഇന്നെനിക്ക് ഓട്ടം തന്നത്, അതുകൊണ്ടാണല്ലോ ഞാൻ രണ്ടുപേരെ കാണാൻ പറ്റിയത്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ രണ്ടുപേരും ഐസ്ക്രീം പാർലറിൽ, തിരിച്ചെന്നപ്പോൾ സിനിമയും കണ്ട് ഇറങ്ങുന്നു. പിന്നീട് നോക്കിയപ്പോൾ പാർക്കിലേക്ക്. രണ്ടും പഠിച്ച കള്ളികളാ.
എന്താണേലും എൻ്റെ പൗഡർ നടത്തിയേ ഭയങ്കര ഫ്രോഡാണെന്ന് എനിക്കറിയാം. ആ ഫ്രോഡിന് പറ്റിയ ഫ്രോഡാ എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ രേവതിയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ അവൾക്കുള്ള ഫുഡൊക്കെ ആയിട്ട് രേവതി മുറിയിലേക്ക് കയറുമ്പോഴേക്കും ചന്ദ്രമുഖമൊക്കെ വീർപ്പിച്ചിരിക്കുകയാണെങ്കിലും മുമ്പത്തെ പോലെ ഷൗട്ട് ചെയ്ത് പറഞ്ഞയക്കുന്നില്ല. കാരണം മുമ്പേ മനസ്സിലാക്കിയതാണല്ലോ ശ്രുതി എന്തുമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ. അവൾ അകത്തേക്ക് കയറി ചെന്നിട്ട് ഈ ഒരു കഞ്ഞിയും ഒക്കെ അവൾക്ക് കൊടുക്കാണ്. എന്നിട്ട് കോരി കൊടുക്കുമ്പം വേണ്ട വേണ്ട, ഞാൻ കോരി കുടിച്ചോളാം, എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല, സാരില്ലമ്മേ, ഞാൻ വാർത്തരാം, വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ പാത്രം കയ്യിൽ പിടിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് ശ്രുതിയും കയറി വരുന്നുണ്ട്. ഇവർ വരുന്നത് കാണുമ്പം രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അമ്മേ, അവർ പറഞ്ഞോളുന്നല്ല കാര്യങ്ങള്, വേണ്ട, രണ്ടുപേരും ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, എന്നെ നോക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല അല്ലേ? ആ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുമ്പം അമ്മ അങ്ങനല്ല എന്ന് പറയാണ്. ഈ സമയത്ത് ഇങ്ങനെ അമ്മേ, ഞാൻ കഞ്ഞി വാരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ശ്രുതി പാത്രം പിടിച്ചു മേടിച്ച് അവൾക്ക് കഞ്ഞിയൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് രവീന്ദ്രൻ കയറി വരാണ്. പിന്നെ ശ്രുതിമോളെ, രേവതി ഇന്ന് കച്ചവടത്തിന് പോയിട്ടില്ല, ഇന്ന് അമ്മ ഏൽപ്പിക്കായിരുന്നു, അവൾക്ക് നാളെ കൂടുതൽ ഓർഡർ ഉണ്ട്, എങ്കിലും അമ്മയെ നോക്കാനായിട്ട് അവൾ നിന്നോളാന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിയല്ലല്ലോ, 3 മരുമക്കളില്ലേ, മാറി മാറി നിൽക്കണം, അതുകൊണ്ട് നാളെ മോള് ശ്രുതിയും ഇവിടെ നിൽക്ക് എന്ന് പറയുമ്പം ശ്രുതി പറയാണ്, അയ്യോ അച്ഛാ, എൻ്റെ ബിസിനസ്, എനിക്ക് മനസ്സിലായടാ നിന്റെ ബിസിനസ് എന്താണെന്ന്, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ അമ്മയെക്കാളും വലുതാണോ നിനക്ക് ബിസിനസ് എന്ന് ചോദിക്കുമ്പം അവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ശ്രുതിയോട് ഇത് പറയുമ്പം ശ്രുതി മനസ്സിലാലോചിക്കുകയാണ്, അപ്പോൾ രേവതി ചെയ്യുന്ന പോലെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരില്ലേ, അതുപോലെ ഇവളെ കുളിപ്പിക്കേണ്ടി വരും, ഇവളെ കെയർ ചെയ്യേണ്ടി വരും, ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് വല്ലാണ്ടാവുന്നുണ്ട്. ആ ശരി ആൻറ്റി, ഞാൻ നോക്കിക്കോളാം, ഞാൻ നാളെ പോകുന്നില്ലെങ്കിലേ എന്ന് പറയാണ്. അങ്ങനെ കഞ്ഞിയെല്ലാം കൊടുത്തതിന് ശേഷം എല്ലാവരും എല്ലാ ജോലിയൊക്കെ തീർത്തിട്ട് കിടന്നുറങ്ങാണ്. ശ്രുതിക്കാണെങ്കിലോ ഉറക്കം വരുന്നില്ല. എങ്ങനെ രാവിലത്തെ പരിപാടി ഒഴിവാക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കായിരിക്കും. രാവിലെ എഴുന്നിട്ട് രേവതി പൂവൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പോയിട്ട് ചന്ദ്രനോട് പറയുന്നുണ്ട്, അമ്മേ, ഞാനൊന്ന് നിന്നോളാം, ആരെയും വിളിച്ച് നിർത്തണ്ട, ഞാൻ പൂവെല്ലാം കിട്ടിക്കഴിഞ്ഞു, ഞാൻ സച്ചിൻ്റെ കൊടുത്ത് അമ്മയെ ഏൽപ്പിച്ചോളാം, അമ്മ ഇത് ഡെലിവറി ചെയ്തോളൂ. പിന്നെ ഡെലിവറി ചെയ്യാൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞില്ലേ, 5ഉം 4ഉം 10 രൂപയുടെ കുറെ പൂവും കൊണ്ട് വന്നിരിക്കുന്നു, എന്നിട്ട് ആ പൂ വിൽക്കാനായിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിക്കുന്ന പോലും നീ ഒന്ന് ഇറങ്ങിപ്പോടി, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ചതുർത്തിയാ, നീയേ എന്തെങ്കിലും അടുക്കളയിലും വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, നിന്നെ കാണാതിരിക്കുന്ന എനിക്ക് അത്രയും സന്തോഷം എന്ന് പറയുന്നുണ്ട്. അച്ഛാ, അത് സാരില്ല, ഞാനിവിടെ നിന്നോളാം അച്ഛാ. മോളെ, അവൾ പറഞ്ഞത് കേട്ടില്ലേ, മോള് മോളുടെ പരിപാടി നോക്കി പോകാൻ നോക്ക്, ഇവളുടെ കാര്യം വേണമെങ്കിലേ ഇവള് ചെയ്തോളും, പിന്നെ ശ്രുതി മോളെ ഇന്ന് പിടിച്ചിരുന്ന് നോക്കിയിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛാ, അത് പിന്നെ സാരമില്ല, അമ്മയ്ക്ക് ഗുളികയും മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ, ഉച്ചയ്ക്ക് ആഹാരം റെഡിയാക്കേണ്ടതല്ലേ, ഞാൻ ആഹാരമൊക്കെ വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് കഞ്ഞിയും ചമ്മന്തിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എങ്കിലും എന്ന് പറയുമ്പം ചന്ദ്ര പറയാണ്, ഒന്ന് ഇറങ്ങി പോടി, നിന്നെ കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ശല്യം. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ്, കേട്ടല്ലോ, സമാധാനമായല്ലോ, മോള് പോയി മോളുടെ കച്ചവടത്തിൽ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞേക്കാണ്. മനസ്സുള്ള രേവതി പുറത്തേക്ക് ഇറങ്ങുമ്പം സച്ചി ചോദിക്കുകയാണ്, കിട്ടേണ്ടതെല്ലാം വയറ് നിറച്ച് കിട്ടിയില്ലേ, ബാ ഇനി ഇറങ്ങി പോവാം, നീ സ്കൂട്ടി എടുക്ക്, ഞാൻ വണ്ടി എടുത്താൽ പോവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇറങ്ങാണ്. വർഷയും ശ്രീകാന്തും രാവിലെ പോയിട്ടോ. അപ്പോൾ ഇന്ന് ശ്രുതി നിൽക്കാന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ശ്രുതിയാണെങ്കിലോ രാവിലെ തന്നെ മുങ്ങി. അങ്ങനെ ശ്രുതിയാണെങ്കിലോ അവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഇവക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു, എൻ്റെ കൈക്കൊക്കെ നല്ല വേദന, മോള് ഇച്ചിരി വെള്ളമൊക്കെ ചൂടാക്കി അവൾക്കൊണ്ട് കൊടുക്ക്, കുളിക്കട്ടെ, മോളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആ ശരിയച്ചാ, പിന്നെ ഈ ബെഡും ഷീറ്റും വിരിയെല്ലാം മാറണം, അത് മാത്രമല്ല പിന്നെ ഉച്ചക്കത്തേന് ഞാൻ പോയി കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം, വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അതിന് രേവതി ഫുഡൊക്കെ ഉണ്ടാക്കിയല്ലോ, രേവതി ഇവക്ക് കഞ്ഞിയും ചമ്മന്തിയും പപ്പടമൊക്കെ വെച്ചത്, അത് മതിയായിരുന്നു, മരുന്ന് കഴിക്കുകയല്ലേ, അപ്പം ഇവക്ക് ഇന്ന് ചിക്കൻ തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധ. ചിക്കനോ എന്ന് അവൾ ഓർക്കാണ്. ഈശ്വര, ഇവിടെ വന്നാൽ എനിക്ക് ഇരട്ടി പണിയാവുമല്ലോ. പിന്നെ മോളെ, എൻ്റെ ഈ സാരി കണ്ടോ, ഇത് വില കൂടിയ സാരിയാ, ഇത് മോള് തന്നെ അലക്കിയിടണം എന്ന് പറയാണ്. രേവതി, ഓ ആ അഹങ്കാരി, അവൾ രാവിലെ എഴുന്നള്ളിക്കൊണ്ട് പോയി. രവി പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്രി പറയുന്നത്, നീ പറഞ്ഞിട്ടല്ലേ ആ കുട്ടി പോയത്, അവൾ നിന്നോളാന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. രവിയേട്ടൻ അങ്ങനെയൊക്കെ പറയും, അവള് രവിയേട്ടനെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുകയല്ലേ, നിങ്ങളാണല്ലോ അവളുടെ രക്ഷകൻ എന്നൊക്കെ പറയുമ്പം എന്തേലും കാണിക്ക് എന്ന് പറയാണ്. പെട്ടെന്ന് സുധിര ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ക്ലയന്റോ, അയ്യോ ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നും പറഞ്ഞ് ഫോൺ കിട്ടേക്കാണ്. ആന്റി, അങ്കിളെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ക്ലയന്റ് വന്നിട്ടുണ്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ. അയ്യോ മോളെ,
നീ നിന്നോളാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ രേവതിയെ പറഞ്ഞു വെച്ചത്. ആൻറ്റി ദേ ഇപ്പൊ കോൾ വന്നതാ. 16,000 രൂപയുടെ വർക്കാ. ഒരു ദിവസം മാറിയാല് ആ വർക്ക് പോവില്ലേ ആൻറ്റി? ദേ അച്ഛൻ തന്നെ ബാക്കി കാര്യമൊക്കെ നോക്ക്. അമ്മയെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കാനൊക്കെ അച്ഛൻ അറിയാലോ. അല്ല മോളെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ കൈക്ക് നല്ല സുഖമില്ല. 2 ദിവസം ഈ കൈക്ക് നല്ല വേദനയാ. അതുകൊണ്ടാ അതൊക്കെ അച്ഛൻ അങ്കിൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രവി പറയാണ്, ഇന്നലെ വൈകുന്നേരം തന്നെ നിന്റെ മരുമകളുടെ സ്വഭാവമേ നീ മനസ്സിലാക്കേണ്ടതായിരുന്നു. മനസ്സിലാക്കിയില്ലല്ലോ. പിന്നെ ഇപ്പൊ അവളെ വിളിച്ചത് ക്ലയന്റ് ഒന്നുമല്ല, ഞാൻ കണ്ടതാ ഫോണിലിരുന്ന് അവൾ റിംഗ് ടൂൺ ഇടുന്നത്. അവൾ നിന്നെ കബളിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം റിംഗ് ടൂൺ ഇട്ടിട്ട് ഇറങ്ങിപ്പോയതാ. അല്ലാതെ അവൾക്ക് ഇന്ന് ഷോപ്പും ഇല്ല ഒരു കോപ്പും ഇല്ല എന്ന് പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല ശ്രുതി മോള് അങ്ങനെ ചെയ്യില്ല. നിനക്ക് സംശയമുണ്ടോ? നമുക്ക് രണ്ടുപേരും കൂടി ഇവിടെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാലോ? ഞാൻ ആരെ ഫോളോ ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ നിനക്ക് സത്യമാണെന്ന് മനസ്സിലായല്ലേ എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ രവിയേട്ടാ, അവൾ അങ്ങനെ ചെയ്യില്ല. എന്നാ ശരി, അവള് പോട്ടെ, പിന്നാലെ തന്നെ നമുക്ക് പോകാം. അപ്പൊ നമ്മളെ ചന്ദ്രൻ സമ്മതിക്കുന്നില്ലെങ്കിലും രവിക്കാണെങ്കിലും വാശിയാണ് കേട്ടോ. നമ്മുടെ ഇവളെ എങ്ങനെയെങ്കിലും പിടികൂടണം തന്നെ. ഇന്നലെ സച്ചി ഒന്നാമത്തെ കാര്യം ഫോളോ ചെയ്ത് എല്ലാം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഒന്നുകൂടി ആകുമ്പം എല്ലാം ക്ലിയർ ആവും. അങ്ങനെ നമ്മുടെ ശ്രുതി ഒരുങ്ങിക്കെട്ടി പോകുന്നുണ്ട് കേട്ടോ. നേരെ പോണത് അവൻ്റെ ഷോപ്പിലേക്കാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ശ്രുതി അവിടുന്ന് പോയതിന് പിന്നാലെ തന്നെ രവി ഓട്ടോ വിളിച്ചിട്ട് ചന്ദ്രനെ വിളിച്ചുകൊണ്ട് നേരെ ഇവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞാൽ ഇവള് നേരെ പോകണമെന്ന് മീരനെ കാണാനാണ്. മീരനെ കണ്ടുകൊണ്ട് കുറെ കാര്യങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നേരെ പോണത് അവൻ്റെ ഷോപ്പിലേക്ക് ചെല്ലുമ്പം അവൻ ചോദിക്കാണ്, അല്ല നീ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടോ? ഒരു വിധത്തിലാ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല നീ എന്ത് പറഞ്ഞ് രക്ഷപ്പെട്ടു? എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, 16,000 രൂപ കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു മുങ്ങിയത്. അതെന്തായാലും നന്നായി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് ചന്ദ്രയും രവിയും കാണുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ പുന്നാര മരുമോള്? കണ്ടോ, ക്ലയന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പടിച്ച് വന്നതാ. എങ്ങോട്ടേക്കാ? ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കാൻ. രണ്ടുപേരും കഥയും പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി എന്റെ പൊന്നു ചന്ദ്രേ എന്ന് പറയുമ്പം ചന്ദ്രയ്ക്ക് ആകെപ്പാടെ അങ്ങ് ദേഷ്യം വരണം കേട്ടോ. ബാ തിരിച്ചു പോകാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ രവിയും കൂടി തിരികെ പോവാണ്. അങ്ങനെ രവി പറയാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യും കുളിപ്പിക്കാനായിട്ട്? ഞാൻ എന്തായാലും വെള്ളം അടുപ്പത്ത് വെക്കാം. വേണ്ട രവിയേട്ടാ, അത് സാരമില്ല. ഈ ഷീറ്റൊക്കെ മുഷിഞ്ഞല്ലോ, ഇത് മാറ്റണ്ടേ? അത് മാത്രല്ല, പിന്നെ നിനക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞല്ലേ? എനിക്കൊന്നും വേണ്ട, എന്റെ തൃപ്തിയായി മനസ്സെല്ലാം എന്ന് പറയാണ്. ഈ ഒരു സമയത്ത് സച്ചി ആണെങ്കിലോ മാർക്കറ്റിൽ വെച്ച് രേവതിയെ കാണുന്നുണ്ട്. അപ്പൊ രേവതി പറയാണ്, ഇന്നത്തെ പൂക്കച്ചവടമൊക്കെ കഴിഞ്ഞു സച്ചിയേട്ടാ. 12 മണി ആയതോളല്ലോ, ഇത്രയോടെ തീർന്നോ? കുറേയൊക്കെ എല്ലാം ഓർഡർ ആണെന്നല്ലോ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പീഡിൽ കൊടുത്തു തീർത്തു. ഇനിയിപ്പോൾ നല്ല ഉച്ചയായില്ലേ, ഇനി ഇന്നത്തെ ഓർഡർ ഒന്നും ഇല്ല. വൈകുന്നേരം കുറെ പൂ കിട്ടാനുണ്ട്, അത് വൈകിട്ട് കെട്ടാം. ഞാനിന്നലെ വീട്ടിലേക്ക് പോവാം. പിന്നെ നീ ഇച്ചിരി ചിക്കൻ മേടിച്ചോണ്ട് പോ, എനിക്കെന്തോ ചിക്കൻ കഴിക്കണമെന്നൊരാഗ്രഹം. ഇപ്പൊ എന്താ അങ്ങനെ? ബാ ഞാൻ വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോയിട്ട് ചിക്കൻ മേടിക്കുകയാണ്. അങ്ങനെ ചിക്കനും മേടിച്ച് രേവതിയുടെ കയ്യിൽ സച്ചി കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ തന്നെ മോനത് തോന്നി. അങ്ങനെ രേവതി ആ ചിക്കനോട് നേരെ വീട്ടിലേക്ക് വരാണ്. സ്കൂളിയുടെ സൗണ്ട് കേട്ടപാടെ രേവതി മോള് വന്നോ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പുറത്തേക്ക് നോക്കുമ്പോൾ രേവതി ഇതേ കയറി വരുന്നു. മോളെന്തായാലും ഇന്ന് നേരത്തെ കഴിഞ്ഞച്ചാ, അതുകൊണ്ടാ ഇനി പൂ കിട്ടാനേ ഉള്ളൂ, അത് വൈകിട്ട് കെട്ടാം. അല്ല ഇതെന്താ മോളുടെ കയ്യില്? ഇത് കുറച്ച് ചിക്കനാ. ഇന്ന് കേൾക്കുമ്പോഴേക്കും രവിയും നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോവാണ്. അതിന്റെ മോളിന്ന് ചിക്കനൊക്കെ അല്ല, സച്ചിയുടെ വഴി വെച്ച് ഇനി ചിക്കൻ കൂട്ടണം തോന്നുന്നു പറഞ്ഞു. അങ്ങനെ വാങ്ങി കൊടുത്തു വിട്ടതാ. ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ, ഞാൻ ഇപ്പൊ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇവള് നേരെ മുകളിലേക്ക് പോയിട്ട് വേഷം മാറിയിട്ട് തിരിച്ചു വരാണ്. അല്ല ശ്രുതി എവിടെ അച്ഛാ? ശ്രുതി അവളുടെ പാട് നോക്കി പോയി. ദേ ഇരിക്കുന്നു നിന്റെ അമ്മായിയമ്മ. അപ്പോഴേക്കും ചന്ദ്ര നാണം കിട്ട് തലകൊണ്ട് ചിരിക്കാണ്. എന്ത് പറ്റി ശ്രുതി പോവാൻ? ശ്രുതി നിന്നോളാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനിന്ന് പോയത്. അച്ഛാ അമ്മയെ കുളിപ്പിച്ചില്ലല്ലോ, ഞാൻ കുളിപ്പിക്കട്ടെ? അപ്പൊ ചന്ദ്ര വേണ്ടാന്ന് പറയുമ്പം രവി പറയാണ്, നീ അവിടെ മിണ്ടാതിരുന്നോ മോളെ, അടുപ്പിൽ ഞാൻ ചൂടുവെള്ളം വെച്ചു, പക്ഷെ എനിക്ക് എടുത്തൊഴിക്കാൻ കൈക്ക് വയ്യാഞ്ഞിട്ടാ. അച്ഛാ ഞാൻ ചെയ്തോളാം. ചിക്കൻ കൊണ്ട് അയാളോട് വെച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം എടുത്ത് ബക്കറ്റിലൊഴിക്കാണ്. അങ്ങനെ നേരെ അതുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്രനെ രവിയും അവളും കൂടി പിടിച്ചെഴുന്നേപ്പിക്കാണ് കേട്ടോ. നല്ല ക്ഷീണമാണ് ചന്ദ്രയ്ക്ക്. അങ്ങനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് രേവതിയുടെ സഹായത്തോട് കൂടിയിട്ട് ചന്ദ്ര കുളിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ സിറ്റൗട്ടിലേക്ക് കൊണ്ടിരുത്തി തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. അങ്ങനെ നേരെ വന്ന് അവളുടെ മുഷിഞ്ഞ ഷീറ്റും ബാക്കിയെല്ലാം മാറ്റുന്നുണ്ട്. ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജനാലയൊക്കെ തുറന്നിടുകയാണ്. അപ്പോഴേക്കും രവി ചോദിക്കാണ്, ഇപ്പൊ എങ്ങനെയുണ്ട്? ആവശ്യ സമയത്ത് ആരാ വന്നത്? നിന്റെ വരുമോളെ പൊടി തട്ടി പോയില്ലേ? അപ്പോഴും വന്നത് രേവതി മോള. ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്.
എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോയി രവിയേട്ടാ, എനിക്ക് കിടക്കണം എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുമ്പം ആ മുറിയെല്ലാം നല്ല തൂത്ത് തുടച്ച് കണ്ണാടിയാക്കി ഇട്ടിരിക്കുന്നു കേട്ടോ. അത് കാണുമ്പോൾ രവി പറയാണ്, ഹോ ഇത് കണ്ടാ മതിയല്ലോ, മോളുടെ കൈതട്ട തന്നെ എല്ലാം ഐശ്വര്യമാകും എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവള് ചിക്കനൊക്കെ കറി വെക്കാണ്. 1:30 സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ രാവിലെ വെച്ച കറികളും ചോറും ചിക്കൻ കറിയും എല്ലാം ആയിട്ട് ടേബിളിലേക്ക് നിരത്തി വെക്കാണ്. രവി ആണെങ്കിലോ അവളെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചിക്കൻ കറി കാണുമ്പോൾ ചിക്കൻ കറി കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അല്ല, അമ്മയ്ക്ക് സ്പെഷ്യൽ നീ കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയില്ലേ? എനിക്കിങ്ങനെ വേണ്ട നിന്റെ കഞ്ഞി. എടാ, രാവിലെ നിന്റെ അമ്മ പറഞ്ഞതേ ഉള്ളൂ ചിക്കൻ മേടിച്ച് കറി വെക്കണമെന്ന്. അത് കേട്ടുടനെ നിന്റെ ഏട്ടത്തിയെ ഇവിടുന്ന് മുങ്ങി. അത് കഴിഞ്ഞപ്പോഴാ രേവതി മോളെ ചിക്കനും കൊണ്ട് വന്നത്. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. നിന്റെ അമ്മയുടെ മനസ്സറിഞ്ഞ നീ വാങ്ങിച്ചത് എന്ന് പറയാണ്. അങ്ങനെ അതെല്ലാം കൂട്ടി 4 പേരും കൂടി ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ചന്ദ്രന്റെ മനസ്സിൽ ശ്രുതിയെക്കുറിച്ച് നല്ല ദേഷ്യം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എങ്കിലും നമ്മുടെ രേവതിയോടുള്ള ആ ഒരു ദേഷ്യം കാരണം ആ ദേഷ്യമൊക്കെ അലിഞ്ഞ് ഇല്ലാതാവുന്നുണ്ട്. എങ്കിലും വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവള് മുറിയിലേക്ക് കയറി പോവാണ്. ബാക്കി ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഞാൻ സ്റ്റോറീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.